AD 875 എന്ന് പറഞ്ഞാൽ ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ്. 1200 വർഷം എന്ന് പറയുമ്പോൾ എത്ര തലമുറ പിറകിലാണെന്ന് ആലോചിക്കണം. നിളയുടെ തീരത്ത്, ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ കുംഭമേള പോലെ മഹാമാഹം നടന്നിരുന്നു. പ്രയാഗ്രാജിലും ഉത്തർപ്രദേശിലെ ഉജ്ജയിനി, പ്രയാഗ്രാജ് പോലുള്ള വളരെ പ്രമുഖമായിട്ടുള്ള 4 ഇടങ്ങളിൽ നടക്കുന്നതിന് സമാനമായി കുംഭമേള എന്ന പേരിലല്ലെങ്കിലും മഹാമാഘം എന്ന പേരിൽ വലിയ ആഘോഷം നടന്നിരുന്നു. ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടൊരു ജനത എന്ത് ചെയ്യണമെന്നറിയാതെ തലങ്ങും വിലങ്ങും ഓടിയപ്പോൾ നഷ്ടപ്പെട്ടത് ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ അല്ലെങ്കിൽ ഒത്തുചേരലുകളാണ്. പിന്നെ നാം കാണുന്നത് ബ്രിട്ടീഷുകാരുടെ പടയോട്ടമാണ്. ബ്രിട്ടീഷുകാർ വന്ന് ജാതി സെൻസസ് കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിൽ ഹിന്ദു വിഭാഗത്തിലുള്ളവർ ഐക്യപ്പെടുമെങ്കിൽ അതുകൂടി ഇല്ലാതാകുന്ന കാഴ്ചയാണ് കണ്ടത്. ജാതിയുടെ പേരിൽ ബ്രാഹ്മണനെന്നും ശൂദ്രനെന്നും വൈശ്യനെന്നും ക്ഷത്രിയനെന്നൊക്കെ പറഞ്ഞിരുന്ന മനോഹരമായ ഒരു കാഴ്ചപ്പാടിനെ വളരെ വികലമാക്കി നടപ്പിലാക്കി നൂറുകണക്കിന് ജാതികളും ഉപജാതികളും ഐത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പരസ്പരം പകയുമൊക്കെയായി ഒരു ജനത പോയി. അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായി വളരെ മനോഹരമായിട്ടുള്ള ഒത്തുചേരലുകൾ, സംഗീതാർച്ചനകൾ, പൂജകൾ, യാഗങ്ങൾ ഒക്കെ നടന്നിരുന്നു തിരുനാവായുടെ മണ്ണിൽ. നിളയുടെ തീരങ്ങളിലെ മാമാങ്കങ്ങളെക്കുറിച്ച് വലിയ മനോഹരമായ പാട്ട് തന്നെയുണ്ട്. വള്ളത്തോൾ നാരായണ മേനോനും OV വിജയനും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനുമൊക്കെ പിറന്ന മണ്ണിടമാണ്, നദീതടമാണ് ഭാരതപ്പുഴ അഥവാ നിള. ആ നിളയുടെ തീരത്ത് നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി അടുത്തുള്ള ആ നിളയുടെ തീരത്ത് കഴിഞ്ഞ 8-10 ദിവസമായി ഭാരതത്തിലെ വലിയൊരു സന്യാസി സമൂഹവും അതും ആചാര്യന്മാരും സ്വാമിമാരും ഗുരുക്കന്മാരും ഒക്കെ വരികയും 10,000-ഓ 5,000-ഓ 10,000 ആളുകൾ മാത്രം പങ്കെടുക്കുന്ന, മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം കുറച്ച് ആളുകൾ ഹിന്ദുക്കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായി തുടങ്ങിയത് സൂഫി സിദ്ധാന്തക്കാരും മുസ്ലിം പണ്ഡിതന്മാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാമേളയായി മഹാമാഘം മാറിക്കഴിഞ്ഞു. കേരള സർക്കാർ അതിനകത്ത് ആദ്യം ഒരു ഉടക്ക് വെച്ചു, റവന്യൂ വകുപ്പിനെ കൊണ്ടൊരു ഉടക്ക് വയ്പ്പിച്ചു. അപ്പോൾ ഇതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി, എല്ലാ ചാനലുകളും അത് പറഞ്ഞു. അതൊരു PR വർക്ക് പോലെയായി. തമിഴ്നാട്ടിൽ നിന്ന് വരാനുള്ളായിരുന്ന രഥയാത്ര കോയമ്പത്തൂർ വെച്ച് തടഞ്ഞു. അത് തമിഴ്നാട്ടിൽ വലിയ വാർത്ത സൃഷ്ടിച്ചു. അപ്പോൾ അതെല്ലാം കൂടി കൊണ്ട് ദക്ഷിണേന്ത്യയിലുള്ള നല്ലൊരു വിഭാഗം ജനങ്ങളും അവിടേക്ക് വരുന്നു. ഇപ്പോൾ അറിയുന്നതനുസരിച്ച് ആനന്ദഭാരതി എന്ന് പറയുന്ന മഹാ അഖാഡയുടെ ജുന മഹാ അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള ആനന്ദഭാരതിയാണ് ഇതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അദ്ദേഹം പൂർവാശ്രമത്തിൽ നല്ല സംഘാടകനായിരുന്നു. അദ്ദേഹം SFI ആയിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ നല്ല സംഘാടനമോ പാഠമോ ഉള്ള വ്യക്തിയായിരുന്നിരിക്കാം. തൃശ്ശൂർ ഗുരുവായൂരപ്പൻ കോളേജിലോ കേരളവർമ്മ കോളേജിലോ എവിടെയാണ് തൃശ്ശൂരിലാണ് പഠിക്കാൻ പറ്റിച്ചത്. ധാരാളം കേസും വഴക്കൊക്കെ അന്നുണ്ടായിരുന്നു പൂർവാശ്രമത്തിൽ. എന്തായാലും അദ്ദേഹം വലിയ നിശബ്ദനായി വലിയ സംഘാടകനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1,00,000 പേരുടെ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്നത് 1,00,000 സന്യാസിമാരുടെ നേതാവാണ് അല്ലെങ്കിൽ ആചാര്യനാണ്. അപ്പോൾ അവരെല്ലാവരെയും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ 2027-ലും അടുത്ത വർഷവും മഹാമാഘം ചെറിയ തോതിലുണ്ടാവും. സ്വാഭാവികമായിട്ട് ഈ വർഷം വന്നതിനേക്കാൾ ആളുകൾ അടുത്ത വർഷം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ 2028-ൽ 1 മാസം നീണ്ടു നിൽക്കുന്ന മഹാമാഘം നടക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ഇവർ. ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പാലക്കാടോ തൃശ്ശൂർ പൂരത്തിലോ ഒക്കെ, പാലക്കാടും ഒക്കെ ആൾക്കൂട്ടം നമുക്കിങ്ങനെ കാണാൻ പറ്റും. തിരുവനന്തപുരത്തൊക്കെ സംഘടിപ്പിച്ചെങ്കിൽ ഇങ്ങനെ ജനങ്ങളെ കാണാൻ പറ്റും, മൊബിലൈസ് ചെയ്യാനും പറ്റും. പക്ഷേ അതേസമയം മലപ്പുറം പോലുള്ളൊരു ജില്ലയിൽ അതിൽ വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുസ്ലിം സമൂഹം, തവന്നൂരിലെയും താനൂരിലെയും ഒക്കെയുള്ള മുസ്ലിം സമൂഹം
അവർക്ക് ബിസിനസ് കൂടി നടക്കുന്നതുണ്ട്, നല്ല ബിസിനസ് നടക്കുന്നുണ്ട്, വലിയ ബിസിനസ്സാണ് നടക്കുന്നത് അവിടെ. സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, അതുപോലെ തന്നെ ലോഡ്ജുകൾ ഒക്കെ, ഭക്ഷണം ഒക്കെ വലിയ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. ആ ബിസിനസ്സിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം അതൊരു വശത്തുണ്ട്. മറുവശത്ത് വലിയ സഹകരണമാണ്. ഇനിയും വരണം അവിടെ ഇതുപോലത്തെ കാര്യങ്ങൾ എന്നുള്ള നിലയിലാണ് അവിടുത്തെ മുസ്ലിങ്ങൾ നിൽക്കുന്നത്. ഇതിനകത്തൊരു തമാശ നടന്നത്, കേരളത്തിൽ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊക്കെ പറഞ്ഞ് ജാതിയും മതവും കളിച്ച്, NSS കളിച്ച്, SNDP കളിച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നടക്കുമ്പോൾ ഒരു ജാതി വ്യത്യാസമില്ലാതെ ചണ്ടാളൻ മുതൽ, അങ്ങനെ പറയുന്നില്ല ഞാൻ, അതായത് ഇപ്പോൾ നമ്മൾ ബാക്ക്വേർഡ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ആളുകൾ മുതൽ ബ്രാഹ്മണൻ വരെയുള്ള അല്ലെങ്കിൽ നമ്പൂതിരി വരെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അവിടെ വരുന്നു എന്നുള്ളത് വലിയ ഒരു മാറ്റമാണ്. അവിടെ വരുന്നു എന്ന് മാത്രമല്ല, അവർ സ്വയം നിയന്ത്രിതമാണ്. പകൽ മുഴുവൻ അവിടെ അതിഭയങ്കരമായ ചൂടുണ്ടായിട്ട് പോലും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, കിട്ടുന്നു. രാത്രി അവിടെ കടൽ തീരം ശുചിയാക്കുന്നു. എല്ലാ ദിവസവും നിള ആരതി വൈകുന്നേരമുണ്ട്. അതൊക്കെ ഒരു അത്ഭുതകരമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ പോകുന്ന സന്യാസിമാർ, സ്വാമിമാർ, മഠാധിപതികളൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളോട് സംസാരിക്കുന്നു, ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്നു, സദ്വചനങ്ങൾ പറയുന്നു. അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് തിരുനാവായിൽ നിന്ന് ലോകത്തിന് കിട്ടുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ചാനലുകളൊക്കെ അവിടെ എത്തിയപ്പോൾ താമസിച്ചു പോയി. ഇനി അടുത്ത വർഷം ചിലപ്പോൾ മത്സരിക്കുമായിരിക്കും ആദ്യമെത്താൻ. പക്ഷേ ഇപ്പോൾ പല ചാനലുകളും അങ്ങോട്ട് നോക്കിയിട്ടില്ല. ചിലരൊക്കെ ഇപ്പോഴും കുത്തിത്തിരിപ്പുമായിട്ട് നടക്കുകയാണ്. ഇവിടെ ജാതിയെയും മതത്തെയും വർഗത്തെയും വർണ്ണത്തെയും ഒക്കെ തമ്മിൽ തെറ്റിപ്പിച്ച് ഹിന്ദുവിനെയും മുസൽമാനെയും ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കി ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന, ഒരു വശത്ത് മതത്തെയും ഈ വിശ്വാസ പ്രമാണങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് അതെല്ലാം മോശമാണ് എന്നുള്ള രീതിയിൽ തള്ളിക്കളയണമെന്നുള്ള ഒരു യുവതയെ വാർത്തെടുക്കാനുള്ള ത്വര ഒരു വശത്ത് നടക്കുന്നു. അതായത് എല്ലാം വിശ്വാസവും അന്ധവിശ്വാസവും ആചാരവും അനാചാരവും അനുഷ്ഠാനവും അനനുഷ്ഠാനവും എല്ലാം മോശമാണ്, ഒന്നും വേണ്ട, യാന്ത്രികമായി ജീവിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയൊരു ഭഗീരഥ പ്രയത്നം. മറുവശത്ത് ഈ ജാതിയെയും മതത്തെയും ഒക്കെ നന്നായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായി എങ്ങനെ അതിനെ ആയുധമാക്കിയെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ പറ്റുമെന്നുള്ള വലിയ പരീക്ഷണം. പകൽ തള്ളിപ്പറയുകയും രാത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് സമുദായ നേതാക്കളുടെ വീട്ടിൽ ചെല്ലുകയും, സുകുമാരൻ നായർ ഭാഷയിൽ പറഞ്ഞാൽ തിണ്ണനിറങ്ങുകയും ചെയ്യുന്ന വളരെ വലിയ വിചിത്രമായ ഒരു കേരളമാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള മഹാമാഹങ്ങൾ നടക്കുന്നത്. അത് വലിയ സന്ദേശമാണ് നൽകുന്നത്. അവിടെ ഒരു അനാചാരവും നടക്കുന്നില്ല, ഒരു അനാശാസവും നടക്കുന്നില്ല, ഒരു ഒരു മന്ത്രവാദവും ഇല്ല, അന്ധവിശ്വാസങ്ങളൊന്നും നടക്കുന്നില്ല. അവിടെ വളരെ കൃത്യമായ ഒരു ആത്മീയ പ്രഘോഷണമാണ് നടക്കുന്നത്. അത് മനുഷ്യൻ്റെ, മാനവരാശിയുടെ നന്മയ്ക്ക് ആവശ്യമുള്ള ഒരു സംഘം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ നടക്കുന്നത്. അവിടെ ആയിരക്കണക്കിന് സ്വാമിമാർ, സന്യാസിമാർ, ഗുരുക്കന്മാർ, ആചാര്യന്മാർ ഒത്തുചേരുന്നു. അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, കൃഷ്ണൻ്റെ ആളുകൾ വന്നാൽ കൃഷ്ണനെക്കുറിച്ച് പാടുന്നു, ശൈവ സിദ്ധാന്തക്കാർ വന്നാൽ ശിവനെക്കുറിച്ച് പാടുന്നു, സൂഫി സിദ്ധാന്തക്കാർ വന്നാൽ സൂഫിയെക്കുറിച്ച് പാടുന്നു, സൂഫിസം പറയുന്നു. അവർ മാതാ അമൃതാനന്ദമയുടെ ആളുകൾ വന്ന് അവരുടെ കാര്യം പറയുന്നു. എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ്. എന്താ പറയുക, വിവിധ വിഷയങ്ങളിൽ ഒരു ഏകശിലയിൽ തീർത്ത ഒരു സംവിധാനം പോലെ അല്ല. അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായി വരുന്നു, അവർ അവിടെ ആനന്ദ നൃത്തമാടുന്നു, വളരെ സന്തോഷത്തോടുകൂടി അവരവിടെ ഇടപെടുന്നു, നന്നായി ക്യൂവിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നു, അവർ നിള ആരതി കാണുന്നു. വളരെ വലിയ മാനവ മൈത്രിയുടെ, മാനവ സംഗീതത്തിൻ്റെ വലിയ ആനന്ദം കൊണ്ടവർ തിരിച്ചു പോകുന്നു. ഒരു പരാതിയുമില്ല, പരിഭവമില്ല, അപകടവുമില്ല, മരണവുമില്ല, മോഷണവുമില്ല, പിടിച്ചുപറിയില്ല, ഒന്നുമില്ല. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇങ്ങനെ വന്നു പോകുന്നത്. ഒരുപക്ഷെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആത്മസംതൃപ്തിയായിട്ട് അവർ അത് കണ്ടുകൊണ്ടായിരിക്കാം, ആത്മനിർവൃത്തിയായിട്ടായിരിക്കാം അവിടെ ആളുകൾ പോകുന്നത്. എന്തായാലും വലിയ ഒരു വിജയത്തിലേക്കാണ് മഹാമാഹം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് വിവിധ ദിവസങ്ങളിൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിൽ അവിടെ പോയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നാലും നമുക്ക് നടന്നില്ല. വരും വർഷങ്ങളിൽ അതിനെക്കുറിച്ച് ആലോചിക്കും. എന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ ആത്മീയ അധ്യായമായി ഇത് നിൽക്കും. ആദിശങ്കരനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും തൈക്കാട് അയ്യാഗുരുവും വൈകുണ്ഠസ്വാമികളും അയ്യങ്കാളിയും അടക്കമുള്ള മഹാരഥന്മാർ വിത്തുപാകിയ ഈ മണ്ണിൽ, ആദിശങ്കരൻ്റെ ഈ മണ്ണിൽ വലിയ ഒരു മഹാമേളയാണ്, അല്ലെങ്കിൽ ജനോത്സവമാണ് തിരുനാവായിൽ ഇന്ന് സമാപിക്കുന്നത്. അതിനെല്ലാ ഭാവങ്ങളും നേരുന്നു. വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാൾ ഉത്തരോത്തരം ഭംഗിയായി ഇത് നടക്കട്ടെ. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു അഭ്യർത്ഥന കൂടെയുണ്ട്. ഇത് കഴിയുമ്പോൾ ഒരു മലിനീകരണവും ഉണ്ടാകാത്ത രീതിയിൽ ശുദ്ധീകരണ പ്രക്രിയ എല്ലാ ദിവസവും, പ്ലാസ്റ്റിക് വാരലും പേപ്പർ വാരലും ഒക്കെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ശുചീകരണം.
ബാക്കി ശുചീകരണം കൂടെ നടത്തി അതിൻ്റെ നിളയുടെ ഭാരതപ്പുഴയുടെ പഴമയെ അതിൻ്റെ പെരുമയെ വീണ്ടെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാകട്ടെ ഈ യജ്ഞം ജലമാണ്, തീർത്ഥയാത്രയാണല്ലോ മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. പുണ്യ തീർത്ഥം തേടിയുള്ള ഈ യാത്രയിൽ വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ അവിടെ നിന്ന് കാണുന്നുണ്ട്. അത് മനസ്സിനും ശരീരത്തിനുമൊക്കെ വലിയ സന്തോഷവും ആനന്ദവും നൽകുന്നത് തന്നെയാണ്.